ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 9 വെള്ളിയാഴ്ചയാണ്. US മാർക്കറ്റുകൾ വീണ്ടും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. S&P 500 5000 എന്ന മാർക്കറ്റ് ടച്ച് ചെയ്തു. പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് 34 വർഷത്തിന് ശേഷം 37,000 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.15 എന്ന നിലയിലാണ്. ബ്രന്റ് ഓയിൽ $81 മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. എന്തായാലും കാര്യങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് അത്ര അനുകൂലമല്ല. ഇന്നും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് തന്നെയാണ് സാധ്യതയുള്ളത്. എല്ലാ മാർക്കറ്റ് ന്യൂസിലേക്കും പോകാം. ആദ്യം മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിലേക്ക്. ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് RBIയുടെ മോണിറ്ററി പോളിസി ആയിരുന്നു. RBIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമുക്കിവിടെ പറഞ്ഞു പോകാം. റിപ്പോ നിരക്ക് 6.5% തുടരും. തുടർച്ചയായ 6ാം പാദത്തിലാണ് RBI പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരുന്നത്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, സ്റ്റാൻഡേർഡ് ഡെപ്പോസിറ്റിംഗ് ഫെസിലിറ്റി നിരക്കുകൾ യഥാക്രമം 6.7%, 6.25% നിലനിർത്തി. 2025 സാമ്പത്തിക വർഷത്തെ GDP വളർച്ച 7%. 2025 സാമ്പത്തിക വർഷത്തിലെ CPI പണപ്പെരുപ്പ് ഫോർകാസ്റ്റ് 4.5% നിലനിർത്തിയതായും RBI ഗവർണർ ശ്രീ ശക്തികാന്ത ദാസ് അറിയിച്ചു. കൂടാതെ പണപ്പെരുപ്പം അതിന്റെ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത അവിടെ ആവശ്യമാണ്. ശക്തമായ US ഡോളറും ഉയർന്ന US ട്രഷറി വരുമാനം ഉണ്ടായിട്ടും രൂപ സമീപകാല സ്ഥിരത നിലനിർത്തുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും സ്ഥിരതയും കാണിക്കുന്നുവെന്ന് RBI ഗവർണർ പറഞ്ഞു. മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്ത്. മറ്റൊരു വാർത്തയിലേക്ക്. പെട്രോളിൽ എത്തനോൾ കലർത്തിയത് വഴി സർക്കാരിന് 24,000 കോടി രൂപ ലാഭിക്കാൻ സാധിച്ചു. ഈ ലാഭത്തിന്റെ ഭൂരിഭാഗം പങ്കും കർഷകർക്ക് കൈമാറി എന്ന് യൂണിയൻ മിനിസ്റ്റർ ശ്രീ ഗജേന്ദ്ര സിംഗ് ഷിക്കാവത്ത് ലോക്സഭയിൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പെട്രോളിൽ എത്തനോൾ കലർത്തിയത് വഴി സർക്കാരിന് 24,000 കോടി രൂപ ലാഭിക്കാൻ സാധിച്ചു. ഈ ലാഭത്തിന്റെ ഭൂരിഭാഗം പങ്കും, അതായത് 60 മുതൽ 70% വരെയും കർഷകർക്ക് കൈമാറി എന്നും യൂണിയൻ മിനിസ്റ്റർ പറയുകയുണ്ടായി. കൂടാതെ എത്തനോൾ ബ്ലെൻഡിംഗ് 20% ഉയർത്താനും സർക്കാർ ലക്ഷ്യമിടുന്നു. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും എത്തനോൾ മിശ്രിതം വിദേശ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിച്ചു എന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഈ വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ കൂടി ഒന്ന് നോക്കാം. ഷുഗർ കെയിൻ കൾട്ടിവേഷനും പ്രൊഡക്ഷനും നടത്തുന്ന കമ്പനികൾക്ക് അതിന്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ബൽറാംപൂർ ചീനി മിൽസ്, ശ്രീ രേണുക ഷുഗേഴ്സ്, ബന്നാരി അമ്മൻ ഷുഗേഴ്സ് എന്നീ കമ്പനികൾക്ക് ഡയറക്ട്ലി അതിന്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. എത്തനോൾ പ്രൊഡ്യൂസേഴ്സായ കമ്പനികളായ പ്രാജ് ഇൻഡസ്ട്രീസ്, ത്രിവേണി എഞ്ചിനീയറിംഗ്, ISGEC ഹെവി എഞ്ചിനീയറിംഗ് എന്നീ കമ്പനികൾക്ക് ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ കമ്പനികളുടെ പേരൊന്നും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. നമ്മുടെ വ്യൂസ് മാത്രമാണ്. നിങ്ങൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിഫ്റ്റിയിലേക്ക് 21,717 0.97% ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. RBI ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷന്റെ പ്രതിഫലനം ഇന്ത്യൻ ഗവൺമെന്റ് 10-year ബോണ്ട് ഈൽഡുകളിൽ കണ്ടു. ഇന്നലെ ബോണ്ട് ഈൽഡുകൾ നേട്ടമുണ്ടാക്കി. മാത്രമല്ല ഇന്നലെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞതുപോലെ 22,000 മുതൽ 22,130 വരെയുള്ളത് ഒരു സ്റ്റിഫ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ജനുവരി 16, ഫെബ്രുവരി 2, ഫെബ്രുവരി 7 എന്നീ 3 ദിവസങ്ങളിലേതിലെ പോലെ ഇന്നലെയും നിഫ്റ്റി 22,000 എന്ന സോൺ ടച്ച് ചെയ്തതിന് ശേഷം അവിടെ നിന്നും റിവേഴ്സ് ചെയ്തു. ഇന്നലെ വലിയ ഫോളാണ് വന്നത്. ഏകദേശം 350 പോയിന്റ്സിന്റെ ഒരു ഫോളാണ് ഇന്നലെ കണ്ടത്. നിഫ്റ്റിയിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 21 DMA ഉള്ളത് 21,700 ആ സോൺ ശ്രദ്ധിക്കുക. 20-day EMA ഉള്ളത് 21,600 റേഞ്ചിലുമാണ്. ഇന്നലെ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത 21,665 എന്ന ലോ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നലത്തെ ഇടിവിന് പ്രധാനപ്പെട്ട കാരണം ITCയും ബാങ്കിങ് സ്റ്റോക്കുകളും തന്നെയായിരുന്നു. അടുത്തത് ഡേ ക്യാൻഡിൽ. ചെറിയ ലോവർ വിക്കോട് കൂടിയ ഒരു വലിയ ബിയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ 21,750 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,000 അതിനുശേഷം 21,700 ഉള്ളത്. പുട്ട് സൈഡിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് ആദ്യത്തെ സ്ട്രൈക്ക് 21,700 അതിനുശേഷം 21,500 സ്ട്രൈക്കിലും അതിനുശേഷം 21,600 സ്ട്രൈക്കിലുമാണുള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ടിന് സാധ്യതയുള്ളത് 21,600 മുതൽ 21,700 വരെയുള്ള സോണാണ്. റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 21,750 അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്കാണ്. കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം ATM സ്ട്രൈക്കായി 21,750 പുട്ട് സൈഡിൽ 29% വർധനവാണ് കാണുന്നത്.
എന്നാൽ കോൾ സൈഡിലേക്ക് വന്നാൽ 5205% വർധനവ് കാണാം. ഒരു ഹെവി ഷോർട്ട് ബിൽഡപ്പാണ് അവിടെ നടക്കുന്നത്. 21,700 സ്ട്രൈക്കിൽ 125% വർധനവ് പുട്ട് സൈഡിലുണ്ട്. ചെറിയൊരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുമുള്ളത്. ഇനി പുട്ട് സൈഡിലേക്ക് വന്നാൽ 1010% വർധനവ് കാണാം. നല്ല ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിൽ വീണ്ടും കാണാൻ സാധിക്കുന്നത്. അടുത്തത് 21,800 സ്ട്രൈക്കിൽ 68% ഇടിവ്. ഒരു ലോങ് അൺവൈൻഡിങ് ആണ് പുട്ട് സൈഡിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 529% വർധനവ് കാണാം. ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ് കോൾ സൈഡിലുള്ളത്. മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നു എന്നാണ് ഈ 3 സ്ട്രൈക്കും അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഇന്നലെ വലിയ ഇടിവിലേക്കാണ് ബാങ്ക് നിഫ്റ്റി പോയത്. HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ എല്ലാ സ്റ്റോക്കുകളും വലിയ ഇടിവിലേക്ക് പോയി. 45,012 എന്ന നിലയിൽ 1.76% ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 45,500 എന്ന ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ഇതോടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇനി ഡൗൺ സൈഡിൽ 44,400 മുതൽ 44,000 വരെയുള്ളത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സോണാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്കുകളിലേക്ക് വരാം. ആദ്യം കോൾ സൈഡിൽ 46,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,000 അതിനുശേഷം 45,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 45,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. അതിനുശേഷം 44,000 അതിനുശേഷം 43,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 44,000, റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 45,500. ഇന്ത്യ വിക്സിലേക്ക് 15.83 എന്ന നിലയിൽ 2% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. വളറ്റൈലായ ഒരു സെഷൻ തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അടുത്തത് പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം Q3 റിസൾട്ടുകൾ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ റിസൾട്ട് വന്നിരുന്നു. നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 49.1% വർധനവാണ് വന്നിരിക്കുന്നത്. 9,444.4 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് പ്രീമിയം ഇൻകത്തിൽ 4.7% വർധനവുണ്ട്. 1,17,017 രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രീമിയം ഇൻകം ഉള്ളത്. നെറ്റ് കമ്മീഷൻ 3.2% ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വർധനവ് വന്നിരിക്കുന്നത്. 6,520 കോടി രൂപയിലാണ് നെറ്റ് കമ്മീഷൻ ഉള്ളത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി ബയോകോൺ ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 660 കോടി രൂപയിലാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 41.8 കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 34.4% വർധനവ് വന്നിട്ടുണ്ട്. 3,953.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി കിങ്ഫിഷർ പോലുള്ള ബിയർ നിർമ്മിക്കുന്ന യുണൈറ്റഡ് ബിവറീസ്. നെറ്റ് പ്രോഫിറ്റ് ഇപ്പോഴുള്ളത് 84.85 കോടി രൂപയിലാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 2.14% നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 13.1% വർധനവുണ്ട്. 1,822.66 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ടൊറന്റ് പവർ. നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ ഉള്ളത് 359.8 കോടി രൂപയിലാണ്. 47.4% ഒരു ഷാർപ്പ് ഡിക്ലൈനാണ് നെറ്റ് പ്രോഫിറ്റിൽ കാണുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 1.2% ഇടിവാണുള്ളത്. 6,366 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 217% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. 57.22 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. അതർ ഇൻകംസും 102.3% ഇയർ ഓൺ ഇയറിലെ ഒരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. 51.9 കോടി രൂപയിലാണ് അതർ ഇൻകംസ് ഉള്ളത്. അടുത്തത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 33.9% വർധനമാണുള്ളത്. 245.7 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. നല്ലൊരു റിസൾട്ട് തന്നെയാണ് സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ചത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിൽ ആദ്യം BHEL ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. ഹരിയാന പവർ ജനറേഷൻ കോർപ്പറേഷനിൽ നിന്ന് പുതിയൊരു ഓർഡർ ലഭിച്ചു. ഏകദേശം 5,500 കോടി രൂപ വിലമതിക്കുന്ന ഒരു ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. വലിയൊരു ഓർഡർ തന്നെയാണ്. മറ്റൊരു കമ്പനി IRCTC ആണ്. ഉത്തരാഖണ്ഡ് ടൂറിസം ഡെവലപ്മെൻറ്റ് ബോർഡുമായി IRCTC പുതിയ ഒരു കരാറിൽ ഒപ്പിട്ടു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. ഇനി ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്കുകൾ: അശോക് ലൈലാൻഡ്, ഓരോ ഫാർമ, ബൽറാംപൂർ ചിനി മിൽസ്, ബയോകോൺ, ഡെൽറ്റ കോർപ്പ്, ഹിൻഡ് കോപ്പർ, ഇന്ത്യ സിമൻറ്റ്, ഇൻഡസ് ടവേഴ്സ്, നാഷണൽ അലുമിനിയം, PNB, സെയിൽ, UPL എന്നീ കമ്പനികളാണ്. ഇനി ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികൾ: ഹീറോ മോട്ടോകോപ്പ്, ടാറ്റ പവർ, ഹോസാന കൺസ്യൂമർ, സൈഡസ് ലൈഫ്, ആൽക്കെയിം ലബോറട്ടറീസ്, ബന്ധൻ ബാങ്ക്, ക്യാമ്പസ് ആക്ടിവെയർ, സെല്ലോ വേൾഡ്, ഡോംസ് ഇൻഡസ്ട്രീസ്, ഇമാമി, ഫിനോലെക്സ് കേബിൾസ്, IRFC, MRF, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, ഫൈസർ, PI ഇൻഡസ്ട്രീസ്, ശ്രീ രേണുക ഷുഗേഴ്സ്, സുന്ദരം, ക്ലൈറ്റോൺ. ഇനി നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് ഉള്ളത് രാവിലെ 7:30 അതിനുശേഷം 11:30 മുതൽ 3:30 വരെയാണ് നമ്മുടെ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കുക.
ഞങ്ങൾ ഷെയർ ചെയ്യുന്ന സ്റ്റോക്കുകളെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം സ്വിംഗ് സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്കാണ്. ആദ്യം BDL. ജനുവരി 24 സ്റ്റോക്കിൽ നമ്മൾ 1733 എന്ന നിലയിൽ എൻട്രി എടുക്കുന്നത്. 1938 വരെ സ്റ്റോക്ക് അപ്പായി ഏകദേശം 11.8% പ്രോഫിറ്റാണ് നമുക്ക് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് LIC ആയിരുന്നു. ജനുവരി 29 നമ്മൾ സ്റ്റോക്കിൽ എൻട്രി എടുത്തത്. 928 എന്ന നിലയിൽ എൻട്രി എടുത്തു. 1145 വരെ സ്റ്റോക്ക് അപ്പായി ഏകദേശം 23% പ്രോഫിറ്റ് നമുക്ക് LICയിൽ ലഭിച്ചു. ഒരു ഹ്യൂജ് പ്രോഫിറ്റ് തന്നെയാണ് LIC പോലുള്ള വലിയൊരു കമ്പനിയിൽ നമുക്ക് ലഭിച്ചത്. അടുത്തത് ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്കും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതുമായ സ്റ്റോക്കുകളിലേക്കാണ്. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇൻട്രാഡേയിൽ നമ്മൾ 431 എന്ന നിലയിൽ എൻട്രി എടുത്തു. 467 വരെ സ്റ്റോക്ക് അപ്പായി 8% പ്രോഫിറ്റാണ് നമുക്ക് ഇൻട്രാഡേയിൽ ലഭിച്ചത്. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനും സാധിച്ചു. അടുത്തത് മാൻകൈൻഡ് ഫാർമയായിരുന്നു. എൻട്രി എടുക്കുന്ന 2208 എന്ന നിലയിൽ 2297 വരെ സ്റ്റോക്ക് അപ്പായി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഏകദേശം 4% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ടാറ്റ ടെലി സർവീസസ് ലിമിറ്റഡ് ആണ്. 101.7 എന്ന നിലയിൽ എൻട്രി എടുത്തു. 105 വരെ സ്റ്റോക്ക് അപ്പായി ഏകദേശം 3% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു ഇൻട്രാഡേയിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് HAL ആയിരുന്നു. 3030 എന്ന നിലയിൽ നമ്മൾ എൻട്രി എടുത്തു. 3100 വരെ സ്റ്റോക്ക് അപ്പായി ഇൻട്രാഡേയിൽ 2.5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് HDFC ലൈഫ് ആയിരുന്നു. ഫെബ്രുവരി 6 നമ്മൾ എൻട്രി എടുക്കുന്നത്. 580 എന്ന നിലയിൽ എൻട്രി എടുത്തു. 2 ടാർഗറ്റുകളായിരുന്നു ഫിക്സ് ചെയ്തിരുന്നത്, 600ഉം 615. 2 ടാർഗറ്റുകളും നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. നല്ല പ്രോഫിറ്റാണ് HDFC ലൈഫിൽ ലഭിച്ചത്. F&O സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകൾ കൂടി നോക്കാം. SBI ആയിരുന്നു സ്റ്റോക്ക്. 690 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 691 എന്ന നിലയിൽ 718 വരെ സ്റ്റോക്ക് അപ്പായി 700 ആയിരുന്നു നമ്മൾ ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ എൻട്രി എടുത്ത സ്റ്റോക്കുകളും അതുപോലെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളുമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ഇനി FIDE ആക്ടിവിറ്റിയാണ്. FIs 4933 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIs ആവട്ടെ 5512 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. വലിയ രീതിയിലാണ് ഇന്നലെ DIs മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത്. US മാർക്കറ്റുകൾ ഇന്നലെയും US മാർക്കറ്റുകൾ ചെറിയൊരു പോസിറ്റിവിറ്റിയോട് കൂടിയാണ് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് 0.06% ഉയർന്നു. നാസ്ഡാക്ക് 0.16% ഉയർന്നു. S&P 500 0.05% ഉയർന്നുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ S&P 500 ആദ്യമായി 5000 എന്ന മാർക്ക് ടച്ച് ചെയ്തു. ഏർണിങ്സ് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിനെ നയിക്കുന്നത്. മാത്രമല്ല S&P 500ലുള്ള 319 കമ്പനികളുടെ റിസൾട്ട് വന്നതിൽ 80.6% കമ്പനികളും എക്സ്പെക്ടേഷന് ബീറ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ തന്നെയാണ് എന്ന് LSEGയുടെ റിപ്പോർട്ട് പറയുന്നു. ഇന്നലെ റിസൾട്ടുകൾ എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്തതോടെ വാൾട്ട് ഡിസ്നി ഏകദേശം 11.5% മുകളിൽ ഉയർന്നു. ഇന്നലെ വലിയ നേട്ടമുണ്ടാക്കിയത് അവിടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആയിരുന്നു. റിസൾട്ട് 2000 ഏകദേശം 1.5% മുകളിലാണ് ഉയർന്നത്. അടുത്തത് US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇന്നലെ ബാങ്കിങ് സൈഡ് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ വീക്കായിരുന്നു. അതുപോലെ തന്നെ US ADRലും വളരെ വീക്കായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാണിച്ചത്. ICICI ബാങ്ക് 3.99% ഇടിഞ്ഞു. HDFC ബാങ്ക് 3.63% ഇടിഞ്ഞു. ആക്സിസ് ബാങ്ക് 3.23% ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇൻഫോസിസ് 1.15% ഇടിഞ്ഞപ്പോൾ വിപ്രോ 0.93% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ മേക്ക് മൈ ട്രിപ്പ് 2.29% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് നോക്കാം. ആദ്യം ഡൗ ജോൺസ് ഇപ്പോൾ ഒരു 0.03% ഇടിവിലാണുള്ളത്. S&P 500 0.01% ഇടിവിലും നാസ്ഡാക്ക് 0.03% നേട്ടത്തിലും റിസൾട്ട് 2000 0.04% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 0.44% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.71% ഉയർന്നു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.23% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ സ്റ്റോക്ക് 600 0.01% ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്ത്. ഹൗസ് ഹോൾഡ് ഗ്രൂപ്പ് 1.9% നേട്ടമുണ്ടാക്കി. ഓട്ടോ സെക്ടറും അവിടെ 1.5% മുകളിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഹെൽത്ത് കെയർ സെക്ടറാണ് 1.9% അവിടെ ഇന്നലെ ഇടിയുകയുണ്ടായത്. കൂടാതെ ഷിപ്പിംഗ് ജയന്റ് മാർസെക് 15% ഇടിഞ്ഞു. ഡച്ച് പേയ്മെന്റ് പ്ലാറ്റ്ഫോം
അഡീൻ ഏകദേശം 22% മുകളിൽ നേട്ടമുണ്ടാക്കി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് ഇപ്പോൾ ഉള്ളത് 0.03% ഇടിവിലും, CAC 0.03% തന്നെ ഇടിവിലും, FTSE 0.02% ഇടിഞ്ഞുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്ന് ലൂണാർ ന്യൂ ഇയറിനോടനുബന്ധിച്ച് ചൈന, സൗത്ത് കൊറിയ, തായ്വാൻ മാർക്കറ്റുകൾ ക്ലോസ്ഡ് ആണ്. സിംഗപ്പൂർ, ഹോങ്കോങ് മാർക്കറ്റുകൾ ഹാഫ് ഡേ മാത്രമാണ് ഇന്ന് ട്രേഡിംഗ് ഉണ്ടായിരിക്കുക. മറ്റൊരു വലിയ വാർത്തയുള്ളത് ജപ്പാൻ മാർക്കറ്റിനെ സംബന്ധിച്ചാണ്. നിക്കി മാർക്കറ്റ് 225 37,000 എന്ന മാർക്ക് 34 വർഷത്തിന് ശേഷം ബ്രേക്ക് ചെയ്തിരിക്കുന്നു എന്നൊരു വലിയ പോസിറ്റീവായിട്ടുള്ള വാർത്ത. പുതിയ ഓൾ ടൈം ഹൈയും നിക്കി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്ന ഏഷ്യൻ മാർക്കറ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 21,748 എന്ന നിലയിലാണ്. 63 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു 60 മുതൽ 70 പോയിന്റ്സിൻ്റെയൊക്കെ ഗ്യാപ്പ് ഡൗൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ നിക്കി മാർക്കറ്റ് 0.83% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സിംഗപ്പൂർ മാർക്കറ്റ് 0.49% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ഇറാഖിലെ മിലിറ്റന്റ് കമാൻഡറെ US വധിക്കുകയും ഹമാസിന്റെ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രയേൽ നിരസിക്കുകയും ചെയ്തതോടെ ക്രൂഡ് ഓയിൽ വില വ്യാഴാഴ്ച തുടർച്ചയായ 4ാമത്തെ ദിവസവും ഉയരുകയുണ്ടായി. ബ്രന്റ് ഇപ്പോൾ 80 മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് 81.67 എന്ന നിലയിലാണ്. 0.10% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $76.36 പെർ ബാരൽ എന്ന നിലയിൽ 0.18% ഉയർന്നുമാണ് ഇപ്പോൾ WTI ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തത്. അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് മാത്രം എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.